ഹായ്, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും 30 രൂപ റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു ഓഫർ വരുന്ന ഫ്രൈഡേ വരെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് മുമ്പായിട്ട് പ്ലാന്റ്സ് വേണ്ടവർ ഓർഡർ ചെയ്യുക. എല്ലാ പ്ലാന്റ്സിനും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പർ അയച്ചു തന്നാൽ മതി. ഇപ്പോൾ നമുക്ക് ചിമിനീസ് പ്ലാന്റ്സിൻ്റെ ഒരു സീസൺ ആണല്ലേ. അപ്പോൾ ചിമിനീസ് പ്ലാന്റ്സിൻ്റെ നാടൻ വെറൈറ്റീസ് ഒരു 4 കളറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഓരോ കളറിനോടൊപ്പവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. പ്ലാന്റ്സിൻ്റെ റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. എല്ലാ പ്ലാന്റ്സിനും 30 രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ചിമിനീസ് പ്ലാന്റ്സ് ജിഫി റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. 3 കളർ വരുന്നത്. ഒരു കളർ മാത്രം മണ്ണിൽ തന്നെ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. മൂന്നാമത്തെ കളർ വരുന്നത് ഈ ഒരു വൈറ്റ് കളറാണ്. ഈ ഒരു കളറിൻ്റെ മാത്രം പ്ലാന്റ് സൈസ് അല്പം ചെറുതാണ്. ഞാൻ ഇതോടൊപ്പം പ്ലാന്റ് സൈസ് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ നോക്കുക. ചിമിനീസ് പ്ലാന്റ്സ് നമുക്ക് പല രീതിയിൽ വളർത്തിയെടുക്കാം. ഒന്നുകിൽ നമുക്ക് ഹാങ്ങിങ് പോട്ടുകളിൽ നട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ വെർട്ടിക്കൽ ഗാർഡനിൽ വെർട്ടിക്കൽ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ സാധാ പോട്ടിലും നട്ട് കൊടുക്കാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നടാവുന്നതാണ്. ഇതാണ് വൈറ്റ് കളറിൻ്റെ പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ പ്ലാന്റ്. ചിമിനീസ് പ്ലാന്റ്സ് നമ്മൾ ഒരു പോട്ടിൽ നട്ട് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ കഴിയുമ്പോഴേക്കും ആ പ്ലാന്റ് നശിച്ചു പോകും. അങ്ങനെ പോയാലും ആ പോട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. അതിലെ മണ്ണൊന്നും കളയാതെ അങ്ങനെ തന്നെ വയ്ക്കുക. നമ്മൾ ഒരു തൈയാണ് നടുന്നതെങ്കിലും അടുത്ത സീസൺ ആകുമ്പോഴേക്കും ആ ഒരു ചട്ടി നിറയെ ആ പ്ലാന്റ് ഉണ്ടാവും. റൈസോംസ് നിറയെ പൊട്ടിക്കിളിർത്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ പോട്ട് നിങ്ങൾ കളയാതെ മാറ്റി വയ്ക്കുക. ഇനി വരുന്നത് പോൾക്ക ഡോട്ട് പ്ലാന്റ്സ് ആണ്. പോൾക്ക ഡോട്ടിൻ്റെ ഒരു 3 കളറ് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുക. ഒരുപാട് ഷെയ്ഡിൽ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ കളറ് കൂടുതലായിട്ട് ലീഫിൽ വരും. അത് അത്ര ഭംഗിയല്ല കാണാനായിട്ട്. ഈ ഒരു പിങ്കും റെഡും അതുപോലെ തന്നെ വൈറ്റ് കളറും ഒക്കെ കൂടുതലായിട്ട് കാണുന്നത് തന്നെയാണ് പ്ലാന്റിൻ്റെ ഭംഗി. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. ഈ പ്ലാന്റ് ആമസോൺ ബ്ലൂ ആണ്. സ്നാപ് ഡ്രാഗൺ എന്നും പേരുണ്ട്. അപ്പോൾ റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്, മറക്കണ്ട. അടുത്ത പ്ലാന്റ് വരുന്നത് ഫിലോഡെൻഡ്രോൺ ബ്രസീലാണ്. നല്ല ഗ്രീൻ കളറിൽ സെൻറ്ററിലൂടെ ഇതുപോലെ ഒരു യെല്ലോ കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. രണ്ടാമത്തത് വരുന്നത് ഫിലോഡെൻഡ്രോൺ ഓക്സിക്കാർഡിയം ലെമൺ ആണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിൻ്റെത്. അടുത്തതായിട്ട് വരുന്നത് കാഷ്യൂറീന പ്ലാന്റ് ആണ്. നോർമൽ കാഷ്യൂറീനയാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നമുക്കിത് കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ കഴിയുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഇനി വരുന്നത് ഒരു പോത്തോസ് വെറൈറ്റിയാണ്. സാറ്റൻ പോത്തോസ് ആണിത്. പോത്തോസ് വെറൈറ്റീസിൽ തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് സാറ്റൻ പോത്തോസ്. അതുപോലെ തന്നെ സിൽവർ പോത്തോസ് ഒക്കെ തന്നെ. അടുത്തതായിട്ട് വരുന്നത് പോസ്റ്റസിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വേരിഗേറ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ്. നമുക്ക് പോട്ടിലൊക്കെ ബുഷിയായിട്ട് വളർത്തിയെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വേരിഗേറ്റഡ് പ്ലാന്റ് 2 വെറൈറ്റി നമുക്ക് ഉണ്ട്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഗാർലിക് വൈൻ ആണ്. വെളുത്തുള്ളി ചെടി എന്നൊക്കെ പറയും. നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് ഇതിൻ്റെ ഇലകൾക്കും അതുപോലെ തന്നെ പൂക്കൾക്കും ഒക്കെ വരിക. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. നിറയെ ഒരുമിച്ച് പൂക്കുന്ന ഒരു പ്ലാന്റാണ് ഗാർലിക് വൈന്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഗാർലിക് വൈനൊക്കെ നമുക്ക് മിക്കവാറും സെയിൽ വീഡിയോസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുള്ള ഒരു പ്ലാന്റാണ്. ഒരുപാട് പേര് ചോദിക്കാറുള്ള പ്ലാന്റാണിത്. ഇനി വരുന്നത് സിങ്കോണിയം വെറൈറ്റീസ് ആണ്. സ്ട്രോബെറി സിങ്കോണിയം എന്ന പേരുള്ള പ്ലാന്റാണിത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ലീഫിൽ വരിക. ഇത് ഒരു മിനിയേച്ചർ സിങ്കോണിയമാണ്. സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി കൂടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതും 30 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. അടുത്തതായിട്ട് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിമിൻ്റെ പ്ലാന്റ്സ് ആണ്. നല്ലൊരു ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുക. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക.
അടുത്തത് വരുന്ന പ്ലാന്റ് മിനിയേച്ചർ മൊസാണ്ടയാണ്. ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ വൈറ്റ് മൊസാണ്ടയുടെ പോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ വരിക. ഈ പ്ലാന്റ് സ്റ്റാർ ജാസ്മിൻ ആണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. നമുക്കിത് നിലത്തോ അതല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ വളർത്താവുന്നതാണ്. വെട്ടി ഒതുക്കി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. നല്ല ബുഷിയായിട്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. ഇനിയുള്ളത് കുറച്ച് ഡ്രസീനിയയുടെ വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ദൈ കാണുന്ന ഗ്രീൻ കളർ. ഇത് നമുക്ക് സാധാരണ ഡ്രസീനിയ പോലെ ഒരുപാട് വലുപ്പം വെക്കാറില്ല. നമുക്ക് ചെറിയ പൂക്കൾ ഒതുക്കി വളർത്താവുന്ന പ്ലാന്റ് ആണ്. നല്ലൊരു ഗ്രീൻ കളറിൽ ലീഫ് വരുന്ന, ഇതുപോലെ അടുക്കടുക്കായിട്ട് ലീഫ് വരുന്ന ഒരു പ്ലാന്റ്. രണ്ടാമത്തത് അതിൻ്റെ തന്നെ ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് എന്ന് പറയാം. സോങ് ഓഫ് ഇന്ത്യ എന്ന ഒരു പേര് കൂടിയുണ്ട് ഈ ഒരു പ്ലാന്റിന്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതും ഒരു ഡ്രസീനിയ വെറൈറ്റി തന്നെയാണ്, ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിനും ഈ ഒരു ഓഫറിലാണ് നമ്മൾ കൊടുക്കുക. 30 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു ഫിറ്റോണിയ വെറൈറ്റിയാണ്. നല്ല വലുപ്പമുള്ള ഇലകളാണ് ഈ ഒരു വെറൈറ്റി ഫിറ്റോണിയയ്ക്ക് വരിക. ഒരു പിങ്ക് കളറിൽ ലീഫ് വരുന്ന പ്ലാന്റാണിത്. ലീഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് മിൽക്കി ബാംബു ആണ്. മിൽക്കി ബാംബു നമുക്ക് ഇൻഡോർ ആയിട്ടോ അതല്ലെങ്കിൽ ഒരുപാട് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടാത്ത ഏരിയയിലൊക്കെ വെച്ച് വളർത്താവുന്നതാണ്. ഈ ഒരു പ്ലാന്റ് നമ്മുടെ മെലസ്റ്റോമ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നല്ലൊരു വയലറ്റ് കളറ് പൂക്കളാണ് ഇതിലുണ്ടാവുക. പ്ലാന്റ് സൈസ് വരുന്നത് ദൈ കാണുന്ന ഒരു സൈസിലായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് മെക്സിക്കൻ പെറ്റൂണിയയുടെ പ്ലാന്റ്സ് ആണ്. 3 കളേഴ്സ് നമ്മൾ ഈ ഒരു ഓഫർ സെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വയലറ്റ്, അതുപോലെ പിങ്ക്, വൈറ്റ്, 3 കളേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇതേപോലുള്ള സൈസിലുള്ള പ്ലാന്റ്സും ആയിരിക്കും നമ്മൾ അയക്കുക. അപ്പോൾ മെക്സിക്കൻ പെറ്റൂണിയ പ്ലാന്റ്സ് നമ്മൾ 50 റുപ്പീസിനാണ് മുൻപ് സെയിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊരു ഓഫർ പ്രൈസാണ്. ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. ഈ ഒരു വീക്കിൽ മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ. അടുത്ത പ്ലാന്റ് വരുന്നത് മെക്സിക്കൻ സ്വാഡാണ്. മെക്സിക്കൻ സ്വാഡ് നല്ലൊരു വാട്ടർ പ്ലാന്റ് ആണ്. വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റ് കുറച്ച് വലുപ്പമുള്ള പോട്ടിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ ഒരേ സമയം ഉണ്ടാവും. അതുപോലെ തന്നെ ലീഫിനൊക്കെ നല്ല വലുപ്പം ഉണ്ടാവും. അത്യാവശ്യം നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് നടുകയാണെങ്കിൽ ലീഫൊക്കെ നല്ല വലുപ്പത്തിൽ നിൽക്കും. നല്ല ഭംഗിയാണ് അങ്ങനെ പ്ലാന്റ് നിൽക്കുന്നത് കാണാൻ തന്നെ. ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് ഒരു ലില്ലിയാണ്. നല്ലൊരു പിങ്ക് കളറിൽ ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ്. ഇത് ബൾബോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. അപ്പോൾ ഈ പ്ലാന്റിനും 30 റുപ്പീസാണ് റേറ്റ് വരിക. 30ാമത്തെ പ്ലാന്റാണിത്. ഇത്രയും പ്ലാന്റ്സ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണ്. അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുക. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും സെയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഓഫർ സെയിൽ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ വീഡിയോസൊക്കെ കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.